ഹലോ എവ്രി വൺ, വെൽക്കം ടു എജു പ്ലസ്. നമ്മളിന്ന് പുതിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആസ് ലേണിംഗ് സ്റ്റൈൽ എന്നുള്ളത്. അപ്പോൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്താണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. ഗാർഡനറാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്താണെന്നുള്ളതൊക്കെ കൊണ്ടുവന്നത്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഹോവേർഡ് ഗാർഡനറാണ്. അദ്ദേഹം പറഞ്ഞു ഇൻ്റലിജൻസ് എന്നുള്ളത് ഒരു സിംഗിൾ എൻറ്റിറ്റി അല്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അത് കുറേ തരത്തിലുള്ള ഇൻ്റലിജൻസുകൾ ഉണ്ടാവാമെന്നാണ് ഹോവേർഡ് ഗാർഡനറുടെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ ബുക്കിൽ 1983 ഫ്രെയിംസ് ഓഫ് മൈൻഡ് ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിലാണ് ആദ്യമായിട്ട് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞു ഒരു ഹ്യൂമൻ ബീയിങ്ങിന് 7 തരത്തിലുള്ള ഇൻ്റലിജൻസുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അദ്ദേഹം ആ ബുക്കിൽ പറഞ്ഞത്. പിന്നെ അദ്ദേഹം ഈ ഇൻ്റലിജൻസിൻ്റെ ഏരിയയിൽ തന്നെ സ്റ്റഡികൾ നടത്തി 1999 അടുത്തൊരു ബുക്ക് എഴുതി, ഇൻ്റലിജൻസ് റീഫ്രെയിംഡ് ദ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഫോർ 21st സെഞ്ച്വറി എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് എഴുതി. അതിൽ അദ്ദേഹം 7 അല്ല 9 തരത്തിലുള്ള ഇൻ്റലിജൻസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇത്രയാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ഫസ്റ്റ് സെമ്മിൽ പറഞ്ഞതിൻ്റെ ഒരു നട്ഷലാണ്. ഏതൊക്കെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഏതൊക്കെ തരത്തിലുള്ള ഇൻ്റലിജൻസുകൾ ഉണ്ടെന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസുകളെ പല തരത്തിലുള്ള ഇൻ്റലിജൻസുകൾ ഉണ്ടല്ലോ, നമുക്ക് അതിനെയൊക്കെ ഒരു ലേണിംഗ് സ്റ്റൈലായിട്ട് കൺസിഡർ ചെയ്യാം, ലേണിംഗ് സ്റ്റൈലുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ ഓരോന്നും ഓരോ ലേണിംഗ് സ്റ്റൈലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വരുന്നതാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ വിഷ്വൽ ആണെന്നുണ്ടെങ്കിൽ, വിഷ്വൽ ഇൻ്റലിജൻസ് കൂടുതലായിട്ട് ഹയർ ആയിട്ട് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വിഷ്വൽ ആയിട്ടുള്ള ലേണിംഗ് സ്റ്റൈലായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അതായിരിക്കും അയാൾക്ക് കൂടുതൽ എഫക്റ്റീവ് ആവുക എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് ഓരോ ലേണിംഗ് സ്റ്റൈലും അതിനനുസരിച്ചിട്ടുള്ള ഇൻ്റലിജൻസും വെച്ചിട്ടുള്ള ആ അസോസിയേഷനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പറയുന്നത് വിഷ്വൽ ലേണിംഗ് സ്റ്റൈലാണ്. വിഷ്വൽ ലേണിംഗ് സ്റ്റൈൽ നമുക്കറിയാം, കണ്ടുപഠിക്കാം. വിഷ്വൽ എയ്ഡ്സ്, പിക്ചേഴ്സ്, ചാർട്ടുകൾ അതുകൂടെയൊക്കെ പഠിക്കുന്നവരാണ് വിഷ്വൽ ലേണിംഗ് സ്റ്റൈൽ ഉള്ളവർ എന്ന് പറയാം. അവർക്ക് ഒരു ഇപ്പം തന്നെ നമ്മൾ നേരത്തെ തന്നെ ചെയ്തൂല്ലേ, വിഷ്വൽ ലേണിംഗ് സ്റ്റൈൽ ഉള്ളവർക്ക് ആ ഡയഗ്രാണ് കൂടുതൽ, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഡയഗ്രാണ് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലേക്ക് കയറുക. അതാണ് കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യാം. അല്ലാണ്ട് ഇങ്ങനെ ഈ ബുള്ളറ്റ് പോയിന്റ്സ് പോലൊക്കെ എഴുതി വെച്ചത് അവർക്ക് അത്ര പെട്ടെന്ന് കയറില്ല. അവർക്കിപ്പോൾ വിഷ്വലായിട്ടുള്ള എയ്ഡ്സ്, വീഡിയോസുകൾ കാണിക്കുക, അങ്ങനെയുള്ള കാര്യം, ചാർട്ട്, ഡയഗ്രാം, ഇപ്പോൾ ഒരു കൺസെപ്റ്റ് മാപ്പോ മൈൻഡ് മാപ്പോ അങ്ങനെയൊക്കെ കാണിച്ചിട്ട് പഠിപ്പിക്കുകയാണെങ്കിലാണ് അവർക്ക് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും. അവർക്ക് അങ്ങനെയുള്ള വിഷ്വൽ ലേണിംഗ് സ്റ്റൈലുള്ളവർക്കോ ഉപയോഗിക്കാൻ പറ്റുന്ന ടീച്ചിങ് ടെക്നിക്സുകളാണ് ഇനി പറയുന്നത്. വിഷ്വൽ എയ്ഡ്സുകൾ ഉപയോഗിക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ വീഡിയോകളൊക്കെ പോലത്തുള്ള വിഷ്വൽ എയ്ഡ്സുകൾ ഉപയോഗിക്കാം. മൈൻഡ് മാപ്പിംഗ് അറിയാമല്ലോ, ഒരു കൺസെപ്റ്റൊക്കെ വെച്ച് അതിൽ നിന്ന് അടുത്ത റിലേറ്റ് ചെയ്തിട്ടുള്ള അസോസിയേറ്റ് ചെയ്ത് വരുന്ന കൺസെപ്റ്റുകളൊക്കെ നമ്മളിങ്ങനെ ആരോ ഇട്ട് എഴുതാം. അങ്ങനെ മൈൻഡ് മാപ്പുകൾ അല്ലെങ്കിൽ കൺസെപ്റ്റ് മാപ്പുകളൊക്കെ വെച്ച് പഠിപ്പിക്കുക. ഗ്രാഫിക്കായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് ഗ്രാഫൊക്കെ വെച്ചിട്ട് ഗ്രാഫിക്കലായിട്ട് ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെയും അതേമാതിരി റിട്ടൻഷനെയും ഒക്കെ അത് എൻഹാൻസ് ചെയ്യും. ഒരു കാര്യം മനസ്സിലാക്കുന്നതും അത് കൂടുതൽ കാലം മനസ്സിൽ നിൽക്കുന്നതിനെയൊക്കെ സഹായിക്കും ഇത്തരം വിഷ്വൽ ലേണിംഗ് സ്റ്റൈലുള്ളവർക്ക് ഈ രീതികളിലൊക്കെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ. അടുത്തത് പറയുന്നത് ഓറൽ ലേണിംഗ് സ്റ്റൈലാണ്. ഓറൽ കേട്ടാൽ തന്നെ അറിയാം, കേട്ട് പഠിക്കുന്നവരാണ്. ചെവി ഉപയോഗിച്ചിട്ട് അതൊരു കേട്ട്, സൗണ്ട്, മ്യൂസിക്കൊക്കെ പോലെ കേട്ട് പഠിക്കുന്നവരായിരിക്കും. അവർക്ക് ഇങ്ങനെ ഡിസ്കഷൻസ് നടത്തുക, ലെക്ചേഴ്സ് കൊടുക്കുക, ഡിബേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴാണ് അവർക്ക് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റുക. അപ്പോൾ ചിലവർ തന്നെ ചില കാര്യങ്ങളൊക്കെ പാട്ട് പോലെയൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെ പാടി നോക്കും. ചിലപ്പോൾ സോഷ്യൽ സയൻസിലുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും, ചിലപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എന്തെങ്കിലും ഒരു ടോപ്പിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അവരത് പാട്ട് പോലെയൊക്കെ അങ്ങനെ പാടി നടക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ പാട്ട് പോലെയൊക്കെ പാടി നടക്കും. പിന്നെ വായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവർ ചെയ്യുക. അവർക്ക് കാണുക ചെയ്യുക ഒന്നും അങ്ങനെയുള്ള ഒരു ആ പ്രിഫറൻസ് ഉള്ളവരായിരിക്കില്ല. അവർ കേട്ടിട്ട് വായിച്ചിട്ട് കേട്ടിട്ട് പഠിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടീച്ചിങ് ടെക്നിക്സ് എന്തൊക്കെയാണ്? ലെക്ചേഴ്സ്. സാധാരണ നമ്മൾ ലെക്ചർ എടുക്കുക, ഇപ്പൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ, അതേമാതിരി ലെക്ചർ എടുക്കുക. അതേമാതിരി ഓഡിയോ റെക്കോർഡിങ്സ് ഒക്കെ കേൾപ്പിച്ചു കൊടുക്കുക. പോഡ്കാസ്റ്റുകൾ ഇപ്പോഴൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പോഡ്കാസ്റ്റുകളൊക്കെ കേൾപ്പിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള അവരുടെ ഓഡിറ്ററി ആ ലേണിംഗ് പ്രിഫറൻസിനെ എൻഹാൻസ് ചെയ്യുന്ന തരത്തിലുള്ള ലേണിംഗ് എയ്ഡ്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലാസ് എടുക്കുക. അങ്ങനെയുള്ളവർക്ക് എന്താ, ഈ ഓറൽ ലേണിംഗ് സ്റ്റൈലുള്ളവർക്ക് അങ്ങനെ പഠിപ്പിക്കുമ്പോൾ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങും റിട്ടൻഷനും ഒക്കെ, മെമ്മറിയിൽ അത് കൂടുതൽ കാലം നിൽക്കാനൊക്കെ സഹായിക്കും. അടുത്തത് പറയുന്നതാണ് ലിംഗ്വിസ്റ്റിക് ലേണിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്.
ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതി വേർഡ്സ് ഓർ ടെക്സ്റ്റ് ഒക്കെ എഴുതി ആ അക്ഷരങ്ങളിൽ കൂടെ പഠിക്കുന്നവരാണ് ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ലേണിംഗ് സ്റ്റൈൽ ഉള്ളവർ. ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു യൂട്യൂബിലൊരു വീഡിയോ ഒക്കെ കണ്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഓൾമോസ്റ്റ് ഒരു വിധപ്പെട്ട കുട്ടികളൊക്കെ ഇപ്പോൾ നമുക്കറിയാമല്ലോ 10+2 ഒക്കെ ആകുമ്പോൾ യൂട്യൂബിൽ ആ എക്സാം ടൈമിലൊക്കെ ആകുമ്പോൾ യൂട്യൂബിൽ മാരത്തോൺ ക്ലാസ്സുകളായിരിക്കും രാവിലെ തൊട്ട് രാത്രി വരെ. അവരത് കേട്ടിട്ട് തന്നെ പഠിക്കുന്നവരായിരിക്കും. കുറേ പേരൊക്കെ കേട്ട് പഠിക്കുന്നുണ്ടായിരിക്കും. അതിൽ തന്നെ ഇപ്പോൾ എന്നെ പോലുള്ളവരൊക്കെ ആണെങ്കിൽ കേട്ടാൽ പഠനം പൂർണ്ണമായി തോന്നില്ല. അതിൻ്റെ കൂട്ടത്തിലേ നോട്ട്സ് എഴുതിയെടുക്കേണ്ടി വരും. ഷോർട്ട് നോട്ട്സ് പോലെ നമുക്ക് മനസ്സിലാവുന്ന പോലെയൊക്കെ എഴുതിയെടുക്കുന്ന വേണ്ടി വരും. അപ്പോഴാണ് കുറച്ചും കൂടെ അത് എഫക്റ്റീവ് ആവുള്ളൂ. അതിങ്ങനെ എഴുതി വെച്ച് നമ്മുടെ സ്വന്തം ഒരു കൈപ്പടയിലൊക്കെ കണ്ട് അങ്ങനെ എഴുതി മനസ്സിലാക്കി എടുക്കുമ്പോഴാണ് അവർക്ക് എന്ത് ചെയ്യുക, കൂടുതലായിട്ട് അത് മനസ്സിലാവുക, മനസ്സിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെയുള്ള ഇതിലിരിക്കുമ്പോൾ അങ്ങനെയുള്ള ലേണിംഗ് സ്റ്റൈൽ ഉള്ളവരാണ് ലിംഗ്വിസ്റ്റിക് ലേണിംഗ് സ്റ്റൈൽ ഉള്ളവർ. അവർ കൂടുതലായിട്ടും അവരുടെ ആ ഇൻഫർമേഷൻ പ്രോസസ്സിങ് നടക്കുന്ന ഇങ്ങനെ വേർഡ്സ് അല്ലെങ്കിൽ ടെക്സ്റ്റ് കൂടിയാണ് ഇൻഫർമേഷൻ പ്രോസസ്സിങ് നടക്കുക. ഇങ്ങനെയുള്ളവരെ പഠിപ്പിക്കാൻ ഉപയോഗിക്കാവുന്ന ടീച്ചിങ് ടെക്നിക്സ് എന്തൊക്കെയാണ്? റീഡിങ് ആൻഡ് റൈറ്റിംഗ് ടാസ്കുകൾ കൊടുക്കാം, ഡിസ്കഷൻസ് ഫെസിലിറ്റേറ്റ് ചെയ്യുക, അതേമാതിരി സ്റ്റോറി ടെല്ലിംഗ് പോലെയുള്ള അങ്ങനത്തെയൊക്കെയുള്ള ലിംഗ്വിസ്റ്റിക് എബിലിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാം. നമ്മളൊരു ടാസ്ക് കൊടുക്കുമ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി കാർഡ് കൊടുക്കുക, അതിൽ എഴുതാനായിട്ട് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയിക്കുക. അവർക്ക് വേർഡ്സ് കൂടെ അല്ല, അപ്പോൾ പറയിക്കുക, അതൊന്ന് നരേറ്റ് ചെയ്യാൻ പറയുക, അതൊരു അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അങ്ങനെയുള്ള വേർഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വെർബലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടാസ്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ പഠിപ്പിക്കുന്ന കാര്യം കൂടുതൽ മനസ്സിലാവുകയും കൂടുതൽ കാലം അവരുടെ മെമ്മറിയിൽ നിലനിൽക്കുകയൊക്കെ ചെയ്യും. അടുത്ത് പറയുന്നതാണ് സോളിറ്ററി ലേണിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. സോളിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പഠിക്കാൻ ഇഷ്ടമുള്ളവർ. ഒറ്റയ്ക്ക് ഇരുന്നാലേ അവർക്ക് പഠിക്കാൻ പറ്റുള്ളൂ. കൂട്ടത്തിലാവുമ്പോൾ അവർക്ക് പഠിക്കാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ഇരുന്ന് അവർ പഠിച്ച് മനസ്സിലാക്കി എടുക്കാം. അങ്ങനെയുള്ളവരാണ് സോളിറ്ററി ലേണിംഗ് സ്റ്റൈൽ. അങ്ങനെയുള്ളവർ പഠിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് പ്ലാൻസുകളൊക്കെ കൊടുക്കാം. ഇപ്പോൾ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് പ്ലാൻസുകൾ സ്വന്തമായിട്ട് ഒരു അസൈൻമെൻറ്റ് ചെയ്തു വരാൻ പറയാം. ഗ്രൂപ്പ് വർക്കുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യാണ് ഇത്തരക്കാരെ അവരുടെ ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത്. അതേമാതിരി അവർ റിഫ്ലക്ഷൻ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കാം. അവർ ചെയ്ത കാര്യങ്ങളിലുള്ള റിഫ്ലക്ഷനൊക്കെ പറയിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡിക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് സോളിറ്ററി ലേണിംഗ് സ്റ്റൈൽ ഉള്ളവർക്ക് ചെയ്യേണ്ടത്. അടുത്തത് സോഷ്യൽ ലേണിംഗ് സ്റ്റൈലാണ്. ഈ സോഷ്യൽ ലേണിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിറ്ററിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സോഷ്യൽ ലേണിംഗ് സ്റ്റൈൽ. സോഷ്യലൈസ് ചെയ്യാന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെ. കൂടുതൽ ആൾക്കാരുടെ കൂടെ ഇരുന്ന് ഒരു ഗ്രൂപ്പിലൊക്കെ ഇരുന്ന് പഠിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് സോഷ്യൽ ലേണിംഗ് സ്റ്റൈൽ ഉള്ളവർ. അവർക്ക് ഈ കൊളാബറേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, കോപ്പറേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കൂടുതലും കൊളാബറേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ, ഗ്രൂപ്പൊക്കെ ആയിട്ട് പ്രൊജക്റ്റുകൾ കൊടുക്കുക, പിയർ ടീച്ചിങ് ഒക്കെ നടത്തുക, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ഡിബേറ്റിങ്, അങ്ങനെയുള്ള സോഷ്യലായിട്ടുള്ള ലേണിങ്ങിന് സോഷ്യലൈസ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ കൊടുക്കുന്ന ആക്ടിവിറ്റീസുകൾ കൊടുക്കുക ഈ സോഷ്യൽ ലേണിംഗ് സ്റ്റൈലുള്ളവർക്ക്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും പറഞ്ഞിട്ടൊക്കെ അവർ അങ്ങനെ പഠിക്കുമ്പോൾ അവർക്ക് കൂടുതൽ അത് ആ പഠിക്കുന്ന കാര്യം മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അടുത്തതാണ് കൈനസ്തെറ്റിക് ലേണിംഗ് സ്റ്റൈൽ. കൈനസ്തെറ്റിക് കേട്ടിട്ട് നമുക്ക് മനസ്സിലാവും, ചെയ്ത് പഠിക്കുന്നവർ. ആ ഫിഗർ കണ്ടാൽ തന്നെ അറിയാം, ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാണ്, ചെയ്ത് പഠിക്കുന്നവരാണ്. ലേണിംഗ് ബൈ ഡൂയിങ് ആണ് കൈനസ്തെറ്റിക് ലേണിംഗ് സ്റ്റൈൽ ഉള്ളവർ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ പഠിക്കന്നെ വായിച്ച് പഠിക്കുകയാണെങ്കിൽ കൂടി അവർക്കിങ്ങനെ ഒരു റെസ്റ്റ്ലെസ് ആയിരിക്കും. അവർ കൈ ഇങ്ങനെ ആക്ഷൻസ് വരിക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്ന് പഠിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവരായിരിക്കും ഈ കൈനസ്തെറ്റിക് ലേണിംഗ് സ്റ്റൈൽ ഉള്ളവർ. അപ്പോൾ അങ്ങനെ ഉള്ള കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആക്ടിവിറ്റീസ് കൊടുക്കുക, ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ്, ചെയ്യാനുള്ള, നമുക്ക് ചെയ്ത് നോക്കാനുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുക. അപ്പോൾ സയൻസ് സബ്ജക്റ്റുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, എക്സ്പെരിമെൻ്റ് കൂടെയൊക്കെ ചെയ്യിപ്പിക്കുക. അതേമാതിരി ലിറ്ററേച്ചർ പോലുള്ള സബ്ജക്റ്റുകളൊക്കെ ആണെങ്കിൽ റോൾ പ്ലേയിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളതായിട്ട് ഒരു ലേണിംഗ് ബൈ ഡൂയിങ്ങിനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ കാര്യം അവർക്ക് കൂടുതൽ വേഗത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ ആയിട്ട് സാധിക്കും ഈ കൈനസ്തെറ്റിക് ലേണിംഗ് സ്റ്റൈൽ പ്രിഫറൻസുകളുള്ള കുട്ടികൾക്ക്. അടുത്തതാണ് ലോജിക്കൽ ലേണിംഗ് സ്റ്റൈൽ. ലോജിക്കൽ ലേണിംഗ് സ്റ്റൈൽ എപ്പോഴും മാത്സ് പോലൊക്കെ ഉള്ള ഇതുമായിട്ടാണ് കൂടുതൽ സബ്ജക്റ്റ് ബേസിൽ കൂടുതലും അസോസിയേറ്റ് ചെയ്ത് വരിക. അപ്പോൾ അവർ ലോജിക്കലി റീസൺ ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ടൊക്കെയാണ് പഠിക്കുക അങ്ങനെയുള്ളവർ. അപ്പോൾ അത് ഏത് സബ്ജക്റ്റിലും വേണമെങ്കിലും നടക്കൂട്ടോ. ഇപ്പോൾ ചില കുട്ടികൾ തന്നെ ഒരു ടോപ്പിക് ഇപ്പോൾ സോഷ്യൽ പറഞ്ഞു കഴിഞ്ഞാൽ സോളിറ്ററി ഇങ്ങനെയാവും എന്നുള്ളത് അവർ അനലൈസ് ചെയ്ത് പഠിക്കും, അവർക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ ലേണിംഗ് സ്റ്റൈലുകളൊക്കെ തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ അവരത് അനലൈസ് ചെയ്ത് അവരുടെ ഒരു സ്വന്തം റീസണിങ് ഒക്കെ വെച്ചിട്ട് അവർ ലോജിക്കലായിട്ട് എഴുതും. കൂടുതൽ
എക്സാമ്പിളുകളൊക്കെ അങ്ങനെ എഴുതാനൊക്കെ പറ്റും. ഇപ്പോൾ മാത്സ് ചെയ്യുകയാണെങ്കിലും ഒരു പ്രോബ്ലം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ മനസ്സിലാക്കിയെടുക്കും, അതിൻ്റെ കാര്യം, അതിൻ്റെ എങ്ങനെയൊക്കെയാണ് സ്റ്റെപ്പ് പോകുന്നത്, ഇത് എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ അടുത്തൊരു പ്രോബ്ലം വന്നാൽ, അതുപോലെയൊക്കെ ഉള്ളൊരു പ്രോബ്ലം വന്നാൽ അത് ചെയ്യാൻ ടീച്ചറുടെ സഹായം വേണ്ടി വരും. അവർ ലോജിക്കലായിട്ട് സ്വന്തമായിട്ട് അനലൈസ് ചെയ്തിട്ടൊക്കെ പഠിക്കുന്നവരായിരിക്കും. ഇപ്പം നമ്മൾ ഡൺ ആൻഡ് ഡണ്ണിൻ്റെ ലേണിംഗ് സ്റ്റൈൽ പറഞ്ഞപ്പോൾ അനലിറ്റിക്കലായിട്ട് പഠിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞാൽ, അനലൈസ് ചെയ്തിട്ട് വെറുതെ നമ്മളിങ്ങനെ ഹോൾ അതിനെ വായിച്ച് വിട്ട് പഠിക്കുന്നവരല്ല. അവരതിനെ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. നമുക്കൊരു ഡെയിലി ലൈഫിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്ത് അതിനെ റീസൺ ചെയ്ത് നമ്മുടെ ലോജിക്ക് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുക. ഒരു ടീച്ചർ അത് കാര്യം പറഞ്ഞു എന്ന് വെച്ചിട്ട് അത് അപ്പാടെ നമ്മൾ പഠിച്ചു വയ്ക്കില്ല. അവരെന്ത് ചെയ്യും, അതിനെ റീസൺ ചെയ്തിട്ടാണത്, അതിനോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കിയിട്ടാണ് അവർ പഠിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുക, ടീച്ചിങ്ങിന് ഉപയോഗിക്കാവുന്ന ടെക്നിക്സ് എന്തൊക്കെയാണ്? നമ്മൾ ഇൻഫോർമേഷനെ ലോജിക്കലി വേണം പ്രസൻറ്റ് ചെയ്യാം. ഒരു ടോപ്പിക്ക് ഒരു ഭാഗത്തുനിന്ന് പഠിപ്പിച്ചു, അടുത്തത് അപ്പുറത്തുനിന്ന് പഠിപ്പിച്ചു, അങ്ങനെയല്ല, ലോജിക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ട് ലോജിക്കലി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇൻഫർമേഷൻസ് ഒക്കെ പ്രസൻറ്റ് ചെയ്യാൻ. അതേമാതിരി തന്നെ പ്രോബ്ലം സോൾവിങ് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കാം. അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെയൊക്കെ എൻഹാൻസ് ചെയ്യുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ്. ഇപ്പോൾ പ്രൊജക്റ്റൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഒരു ടോപ്പിക്ക് കൊടുത്തിട്ട് ഇതൊക്കെ കണ്ടെത്തി വരും, ഇതിൽ ഇങ്ങനെ ഒരു ഏരിയയിൽ ഒരു പ്രശ്നമുണ്ട്, അത് കണ്ടെത്തി വരും എന്നൊക്കെ പറഞ്ഞ് പ്രൊജക്റ്റുകൾ കൊടുക്കാം, അസൈൻമെൻറ്റുകളൊക്കെ കൊടുക്കാം. പക്ഷേ അതൊക്കെ കൊടുക്കുമ്പോൾ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെയൊക്കെ എൻഹാൻസ് ചെയ്യുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് വേണം ഈ ലോജിക്കൽ ലേണിംഗ് സ്റ്റൈലുള്ളവർക്ക് കൊടുക്കാനായിട്ട്. ഇത്രയാണ് അപ്പോൾ അതിൻ്റെ ലേണിംഗ് സ്റ്റൈൽ. നമ്മൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസുകളെ ലേണിംഗ് സ്റ്റൈലായിട്ട് കാണുമ്പോൾ പഠിക്കാനുണ്ട്. വിഷ്വൽ ഉണ്ട്, ഓഡിറ്ററി ഉണ്ട്, കൈൻസ്തെറ്റിക് ഉണ്ട്, സോഷ്യൽ, സോളിറ്ററി ആൻഡ് ലോജിക്കലാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. ഇനിയിപ്പോൾ എന്താ പറയണത്, ഇവിടെ കൺക്ലൂഷനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, ലേണിംഗ് സ്റ്റൈലുകളായിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ക്ലാസ് റൂമിനെ വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവയോൺമെൻ്റ് ആണ് ആക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഒരു വിഷ്വൽ ലേണറേയും അതേപോലെ ഓഡിറ്ററി ലേണറേയും കൈൻസ്തെറ്റിക് ലേണറേയും അങ്ങനെയുള്ള എല്ലാ ലേണറുകളും നമ്മുടെ ക്ലാസ്സിലുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എല്ലാവരും ഉൾക്കൊള്ളിക്കാവുന്ന ഒരു ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം സെറ്റപ്പ് ആയിരിക്കും, അല്ലേ? എല്ലാവർക്കും പറ്റുന്ന ഒരു ടോപ്പിക് തന്നെ ഇതേ രീതിയിൽ എല്ലാവർക്കും കാറ്ററിംഗ് ആയിട്ടുള്ള എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ പഠിപ്പിക്കാൻ പറ്റിക്കോളണമെന്നില്ല. പക്ഷെ എന്ത് ചെയ്യാം, മാറിയിട്ട് നമ്മുടെ ടീച്ചിങ് സ്റ്റൈലുകളൊക്കെ മാറ്റാം. ഓരോ ലേണറുടെയും ലേണിംഗ് സ്റ്റൈലിനനുസരിച്ച് നമുക്ക് ടീച്ചിങ് സ്റ്റൈലുകളും മാറ്റാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ലേണിംഗ് സ്റ്റൈൽ പ്രിഫറൻസുകളെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാസ് റൂം എന്തായിരിക്കും, ഒരു ഇൻക്ലൂസീവ് ലേണിംഗ് എൻവയോൺമെൻ്റ് ആയിരിക്കും. അതേമാതിരി തന്നെ എൻകറേജ് എഡ്യൂക്കേറ്റേഴ്സ് ടു അഡോപ്റ്റ് ഫ്ലെക്സിബിൾ ആൻഡ് വേരീഡ് അപ്രോച്ചസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ഓൾ ലേണേഴ്സ്. എല്ലാ ലേണേഴ്സിൻ്റെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലെക്സിബിൾ ആൻഡ് വേരീഡ് ആയിട്ടുള്ള അപ്രോച്ചസ് ടീച്ചേഴ്സ്, എഡ്യൂക്കേറ്റേഴ്സ് അവരെന്ത് ചെയ്യും, കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെയൊക്കെയുള്ള ലേണിംഗ് സ്റ്റൈലുകളെ പറ്റിയിട്ട് അറിയുകയും മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനെ പറ്റിയിട്ട് അറിയുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടിയെ നമ്മൾ വെറുതെ ഒരു കുട്ടി എന്തായിരിക്കില്ല, വിഷ്വൽ ലേണർ ആയിരിക്കും ചിലപ്പോൾ, ആ കുട്ടീനെ നമ്മൾ ഓഡിറ്ററിയിൽ വായിച്ച് പഠിക്കും ഉറക്കെ വായിച്ച് പഠിക്കുന്ന പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് കാര്യമില്ല. അവർക്ക് അങ്ങനെ ഒരു വിഷ്വൽ ലേണർക്ക് ഓഡിറ്ററിയിലേക്ക് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അവർക്ക് അത് മെമ്മറിയിൽ പ്രോസസ്സ് ചെയ്തെടുക്കാനും ആ ഇൻഫർമേഷനെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു ടീച്ചർ എന്നുള്ള രീതിയിലും ഇത്തരം കാര്യങ്ങൾ അറിയുന്നത് കുട്ടികളെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അതേമാതിരി കുട്ടികൾക്ക് അറിയുന്നത് നല്ലതാണ്. ഒരു കുട്ടിക്ക് അറിയണ്ടാവില്ല ചിലപ്പോൾ തൻ്റെ ലേണിംഗ് സ്റ്റൈൽ പ്രിഫറൻസ് ഇതാണെന്നുള്ളത്. ഞാൻ വിഷ്വൽ ലേണറാണ് അല്ലെങ്കിൽ കൈൻസ്തെറ്റിക് ലേണറാണെന്ന് ആ കുട്ടിക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതേമാതിരിയുള്ള ഒരു ഇൻവെൻട്രി കണ്ടക്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കുട്ടികൾക്ക് കൂടെ മനസ്സിലാക്കി കൊടുക്കുക അവരുടെ ലേണിംഗ് സ്റ്റൈൽ പ്രിഫറൻസ് എന്താണെന്നുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ അവർക്കും കൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും. അത് അവർക്ക് മനസ്സിലാവും, ഞാനിങ്ങനെ വിഷ്വൽ ലേണറാണ്, അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ വായിച്ച് കാണാപ്പാടം പഠിച്ചിട്ട് കാര്യമില്ല. ഞാൻ ആ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കീ പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് മാപ്പ് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ എനിക്ക് കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത് ആ കുട്ടിക്ക് മനസ്സിലാവും. പിന്നെ ആ കുട്ടിയുടെ പ്രിഫറൻസിനനുസരിച്ചിട്ടുള്ള ലേണിംഗ് സ്റ്റൈലിലേക്ക് കുട്ടിക്കും അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കുട്ടിയുടെ ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യും, അതേമാതിരി തന്നെ ടീച്ചറുടെ ടീച്ചിങ്ങിനെയും എൻഹാൻസ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമുക്ക് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആസ് ലേണിംഗ് സ്റ്റൈലിൽ പഠിക്കാനായിട്ടുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.